കടുത്ത വേനലിലും ഒരിറ്റ് ശുദ്ധജലം ലഭിക്കാതെ വലയുകയാണ് ആലപ്പുഴ പൂങ്കാവ് പ്രദേശത്തെ കുടുംബങ്ങൾ. വാട്ടർ അതോറിറ്റി നടത്തുന്ന പമ്പിങ്ങിൽ നിന്ന് നിരവധി വീടുകൾ പുറത്താണ്. പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്ന് 1.5 മാസമായി ഈ വീടുകളിൽ വെള്ളമില്ല. റെയിൽവേ ട്രാക്ക് മുറിച്ചു കടന്ന് അപകടകരമായ സാഹചര്യത്തിൽ കുടിവെള്ളം ശേഖരിക്കേണ്ട ഗതികേടിലാണ് പൂങ്കാവിലെ ജനങ്ങൾ. കാണാം ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി തയ്യാറാക്കിയ റിപ്പോർട്ട്. പൂങ്കാവിൽ ജലമില്ല. ഭക്ഷണം, വെള്ളം, പാർപ്പിടം, വസ്ത്രം, മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ. പക്ഷേ ഇതിൽ വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് ആലപ്പുഴ പൂങ്കാവിലെ നിരവധി കുടുംബങ്ങൾ. വാട്ടർ അതോറിറ്റിയുടെ അലംഭാവമാണ് പ്രധാന കാരണം. വീടുകളിലേക്ക് ഒരിറ്റ് കുടിവെള്ളം എത്തിക്കണമെങ്കിൽ ഈ ട്രാക്ക് മുറിച്ചു കടന്ന് ചുമന്നുകൊണ്ട് വേണം വെള്ളം എത്തിക്കാൻ. ടാപ്പിൽ പോലും വെള്ളം, ടാങ്കിൽ വെള്ളം വന്നില്ല, ഒരു തുള്ളി പോലും വന്നില്ല. ആണ് ഭയങ്കര പാടാണ്. കതപ്പലും ഒക്കെ ഉണ്ട്. പിന്നെ പിള്ളേർ ജോലിക്ക് പോകാനും പിള്ളേരെ ഞാൻ അധികം ബുദ്ധിമുട്ട്. അപ്പനോടേ പറയുള്ളൂ വെള്ളം ഇല്ലെങ്കിൽ. അപ്പനാണ് സൈക്കിളിൽ പോയി വെള്ളം എടുക്കും. പിന്നെ പൈപ്പ് വെള്ളം ഞങ്ങൾ പോയി എടുക്കും. ഈ ട്രാക്ക് കയറി അപ്പുറത്തിറങ്ങി റെയിൽവേ ട്രാക്ക് പിന്നെ റോഡ് കടന്ന് അപ്പുറത്ത് ചെന്ന് ആ വീട്ടിൽ നിന്ന് അയച്ചിട്ട് വെള്ളം എടുക്കുന്നത്. ഇവിടെ എല്ലാ വീടുകളിലും ചെന്ന് എല്ലാവർക്കും കൂടെ ഒന്നിച്ചെടുക്കാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് പല വീട്ടിൽ നിന്ന് ഞങ്ങൾ പലരായിട്ട് പോയി എടുക്കുക. പൂങ്കാവ് റെയിൽവേ ട്രാക്കിന് സമീപത്തെ വീടുകളിൽ 1.5 മാസമായി ഇതാണ് അവസ്ഥ. ടാപ്പ് തുറന്നാൽ കിട്ടുക ചൂട് കാറ്റു മാത്രം. ജല അതോറിറ്റി അധികൃതർക്ക് മുന്നിൽ പരാതി പറഞ്ഞു മടുത്തു നാട്ടുകാർ. ഇവിടെ വാട്ടർ അതോറിറ്റി വിളിച്ചാൽ എടുക്കത്തില്ല. കസ്റ്റമർ കെയറിൽ വിളിച്ച് പരാതി പറയും. എൻ്റെ ഫോണിനകത്ത് നോക്കിയാൽ അറിയാം എത്ര നമ്പർ കിടപ്പുണ്ടെന്ന്. എന്താണ് ഈ വാശി തീർക്കുന്നത്? ഞങ്ങളവിടെ എന്തിനാണ് വാശി തീർക്കുന്നത്? ഞങ്ങൾ ഈ ട്രാക്കറമ്പിൽ കിടക്കുന്ന വഴിയില്ല. സുഖമില്ലാത്തൊരു മനുഷ്യൻ ഇന്നലെ വീണിട്ട് ഞാൻ താങ്ങിയിട്ട് ഞാനും വീണ് എനിക്ക് മുട്ടാനക്കാൻ മേല. ഈ ചൂടിന് ദാഹം കൊണ്ടാണ് ഒരു തരത്തിലും പറ്റത്തില്ല. അപ്പോൾ വെള്ളമില്ലാതെ ഒരു രക്ഷയില്ല. എന്നിട്ട് പോലും കൊള്ളാത്ത മോട്ടർ വെള്ളം വരെ തിളപ്പിച്ച് ഞങ്ങൾ കുടിച്ച്. പിന്നെ ഇനി എന്താണ് ഈ ഗവൺമെൻറ്റും ഈ പഞ്ചായത്തുകാരും ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ട്രാക്കിന് എതിർവശത്തെ വീടുകളിൽ വെള്ളം കൃത്യമായി എത്തുന്നുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വഴിച്ചേരി സബ് ഡിവിഷൻ ഓഫീസിൽ നിന്ന് പരിശോധനയ്ക്കെത്തി. പമ്പിങ്ങിൽ ഇന്നേ വരെ തടസ്സമുണ്ടായിട്ടില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. സംഭരണിയിൽ നിന്നുള്ള വെള്ളം വീടുകളിൽ എത്തിച്ചേരാനുള്ള പവർ പമ്പിങ്ങിനില്ലെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു. പാട്ടുകളത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് വെള്ളം ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. അവരിച്ചിരി സ്പീഡ് കൂട്ടിയിട്ടാൽ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളമെങ്കിലും കിട്ടും. അവരത് ചെയ്യുന്നില്ല. അവർ പറയണ ഒരു മോട്ടർ കേടാന്ന്. അതെന്താ ഈ വർഷങ്ങളായിട്ട് ഇത് കേൾക്കുന്ന. പക്ഷേ അതവരെന്താ ശരിയാക്കാത്തതെന്ന് അറിയത്തില്ല. ഇനി ഈ വെള്ളം കിട്ടാതെ ഇവിടെ കിടന്ന് മനുഷ്യർ മരിച്ചാലേ ഇവർ വെള്ളം തരുവുള്ളാന്ന് അറിയത്തില്ല. ട്രാക്കിനപ്പുറത്തെ വീടുകളിൽ നിന്നാണ് നിലവിൽ കുടിവെള്ളം എടുക്കുന്നത്. ജീവിത പ്രശ്നത്തിൽ അയൽവാസികളുടെ കരുതലിലാണ് ഇവരുടെ മുന്നോട്ട് പോക്ക്. ഞങ്ങൾ ഒരു തൂക്ക് വെള്ളം കൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം കഴിയും. പിന്നെ കുടിവെള്ളം കാശ് കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട്. കഞ്ഞി വെക്കാനും കറി വെക്കാനും ഒക്കെ പൈപ്പ് വെള്ളം, കുടിവെള്ളം കാശ് കൊടുത്ത് വാങ്ങിക്കുക. അങ്ങനെ ഇതുവരെ സാഹചര്യങ്ങൾ അതുങ്ങൾ തന്നിട്ടില്ല. ഞാൻ ഈ കിഴക്കേ വീട്ടിൽ പോയി ഞങ്ങൾ 2-3 വീട്ടുകാർ ഒന്നിച്ച് പോയി എടുക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പാണിത്. പക്ഷെ ഇതിൽ വെള്ളം വന്നിട്ട് കുറേ നാളുകളായി. തുറന്നാൽ കാറ്റു മാത്രം. വെള്ളമില്ലെങ്കിലും കൃത്യമായി ബില്ല് വരാറുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന ബില്ല് 1118 രൂപ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കഷ്ടമാണ് സാർ. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.